അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നതിൽ സമയക്രമീകരണം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവ്. സന്നിധാനത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർ രാത്രി സമയം ആകുന്ന കാരണത്തിനാലാണ് സമയക്രമീകരണം ഏർപ്പെടുത്തിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ സത്രം, അഴുതക്കടവ്, മുക്കുഴി എന്നിവിടങ്ങൾ വഴി അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഉത്തരവാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കാനനപാതയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർ സന്നിധാനത്തിലെത്തുമ്പോൾ രാത്രി 11 മണി വരെ ആവുന്നുണ്ട്. ഇതോടൊപ്പം അഴുതക്കടവ്, മുക്കുഴി എന്നീ സ്ഥലങ്ങളിൽ നിന്നും കടത്തിവിടുന്ന അയ്യപ്പ ഭക്തരും ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് സന്നിധാനത്തിൽ എത്തിച്ചേരുന്നത്. ഇതിന് പ്രധാന കാരണമായി വനം വകുപ്പ് പറയുന്നത് ഉച്ചകഴിഞ്ഞുള്ള വെയിലും ക്ഷീണവും കൊണ്ട് മെല്ലെയാണ് കാനനപാതയിലൂടെ ഭക്തർ കടന്നു പോകുന്നത്. ഇവർ എത്തുന്നവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി ഉണ്ട് എങ്കിലും കൈതക്കുഴി മുതൽ പാണ്ടിത്താവളം വരെയുള്ള ഭാഗത്ത് വന്യമൃഗ വികിരണം കൂടുതലായി ഉള്ളതിനാൽ നേരത്തെ തന്നെ അയ്യപ്പ ഭക്തരെ സന്നിധാനത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തരെ പോലീസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചേർന്ന് ചുമന്നുകൊണ്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇക്കാര്യങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി ജില്ലയുടെ കാനനപാതയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പ ഭക്തരുടെ സുരക്ഷ മുൻ കണ്ടുകൊണ്ട് സമയക്രമീകരണം ഏർപ്പെടുത്തിയത്. സത്രത്തിൽ നിന്നും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും, അഴുതക്കടവ് വഴി 7 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2:30 വരെയും, മുക്കുഴി വഴി 7 മണി മുതൽ 3 മണി വരെയുമാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ശബരിമലയിൽ നിന്നും തിരിച്ച് സത്രത്തിലേക്ക് വരുന്നവർക്ക് രാവിലെ 8 മുതൽ 11 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇതേസമയം ശബരിമല മുതൽ പാണ്ടിത്താവളം വരെ മാത്രമാണ് ദേവസ്വം ബോർഡ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിന് മുകളിലേക്ക് പാണ്ടിത്താവളം മുതൽ കൈതക്കുഴി വരെയുള്ള കാനനപാതയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇവിടവും വെളിച്ച സംവിധാനം സ്ഥാപിക്കണമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ ദേവസ്വം ബോർഡിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചാൽ വീണ്ടും സമയക്രമീകരണം ഏർപ്പെടുത്താനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.